അഡ്വക്കേറ്റ് അനിൽ വിളയിലിനോടാണ്. ശ്രീ അനിൽ, ഈ ഹിന്ദു ആചാരത്തെ ലംഘിക്കുന്ന കപട വിശ്വാസികളുടെ ഒരു സംഗമം ആണ് കഴിഞ്ഞ ദിവസം 20-ാം തീയതി അവിടെ നടന്നത്. സ്വാഭാവികമായി നോക്കൂ, അവിടെ വിശ്വാസികളായ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം പോലും നമുക്കവിടെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് സംഘടിപ്പിക്കപ്പെട്ട ഈ സംഗമത്തിൽ ഒട്ടേറെ സ്ത്രീകൾ വരികയുണ്ടായി, ഒട്ടേറെ അമ്മമാർ വരികയുണ്ടായി. 2018 അവർ നേരിട്ട കൊടും യാതനകളെക്കുറിച്ച്, പോലീസ് വേട്ടയെക്കുറിച്ച് അവർ വാതോരാതെ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരമ്മ പറഞ്ഞത്, ഇപ്പോഴും കേസുകളുടെ പുറകെ കയറി ഇറങ്ങി നടക്കുകയാണ്. മകൾക്ക് ആദ്യമായി ശമ്പളം കിട്ടിയപ്പോൾ അത് ഫൈൻ അടയ്ക്കാൻ ഉപയോഗിക്കേണ്ടി വന്ന ഒരമ്മ. ആ 2018 ആ ദുരനുഭവങ്ങൾ മറക്കാൻ കഴിയുമോ? ആ ഓർമ്മകളുടെ ഒരു വീണ്ടെടുക്കൽ കൂടിയാണ് ഇന്നത്തെ സംഗമത്തിൽ ഉണ്ടായത്. ഈ സംഗമത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകൾക്കും അന്നത്തെ ആ കിരാത നാളുകളെക്കുറിച്ച് ഒട്ടേറെ പറയാനുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു ഉയിർത്തെഴുന്നേൽപ്പല്ലേ നമ്മളവിടെ കണ്ടത്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഈ ലൈവിൽ പങ്കെടുക്കുന്നത് ഈ പരിപാടി നടന്ന പന്തളത്തെ ഗ്രൗണ്ടിൽ ഇരുന്ന് തന്നെയാണ്. വളരെ ദുഃഖകരമായ സാഹചര്യങ്ങൾ, ധാരാളം അമ്മമാർ അവരുടെ അനുഭവങ്ങൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അതൊക്കെ പോകട്ടെ, ഹൈന്ദവ സനാതന സംസ്കാരത്തെ നിലനിർത്താൻ, അയ്യപ്പസ്വാമിയുടെ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങി കേസിൽപ്പെട്ടു, ജോലി പോയി, അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവും ഉണ്ട്. അവർക്കൊന്നും യാതൊരു വിഷമവുമില്ല, യാതൊരു ദുഃഖവുമില്ല. ഇത് ഭഗവാനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക, അതിൽ കേസിൽപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു നിയോഗമായിട്ട് ഭഗവാൻ അർപ്പിക്കുന്ന ഒരു അർച്ചനയായി മാത്രമാണ് മഹാഭൂരിപക്ഷം ഭക്തജനങ്ങളും അതിനെ കണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ആ ചോദ്യം വളരെ പ്രസക്തം തന്നെയായിരുന്നു. നമ്മൾ ഈ സംഗമത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം പമ്പയിൽ നടന്ന സംഗമത്തിൽ മുഖ്യമന്ത്രി ഉപയോഗിച്ച ചില വാക്കുകൾ നമ്മൾ വ്യക്തമായിട്ടൊന്ന് നോക്കേണ്ടതുണ്ട്. ടൂറിസം, മതേതരത്വം, എല്ലാ മതക്കാരുടെയുമാണ് അയ്യപ്പൻ തുടങ്ങിയ വാക്കുകൾ അദ്ദേഹം ആസൂത്രിതമായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചതിൻ്റെ പിന്നിൽ വളരെ വലിയൊരു നരേറ്റീവ് തന്നെ ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശബരിമലയെ ഏത് പദ്ധതിയുടെ പേരിലായാലും ഒരു ടൂറിസം കേന്ദ്രമായിട്ട് മാറ്റാൻ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ സമ്മതിക്കില്ല. ശബരിമല ഒരു ടൂറിസ്റ്റ് സെൻ്റർ അല്ല. എപ്പോഴും ആർക്ക് വേണമെങ്കിലും കയറി ഇറങ്ങിച്ചെന്ന് അവിടെ പോകാനും ഒരു ടൂറിസ്റ്റ് താല്പര്യത്തോടു കൂടി അവർ സന്ദർശിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ആ മുഖ്യമന്ത്രിയുടെ നയം തീർത്തും അപലപനീയം തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അയ്യപ്പൻ ഭഗവാൻ എന്ന് പറഞ്ഞൊരു മതേതരത്വ ദൈവമൊന്നുമല്ല. അത് തീർത്തും തെറ്റാണ്. അത് ഹൈന്ദവ സനാതന വിശ്വാസികളുടെ ഉപാസനാമൂർത്തി തന്നെയാണ്. നിങ്ങൾ ശബരിമലയിലേക്ക് ദർശനം നടത്തിയ അയ്യപ്പ ഭക്തന്മാരുടെ വെർച്വൽ ക്യൂവിലെ ലിസ്റ്റ് പരിശോധിച്ചതിന് ശേഷമാണ് ഈ സെലക്ട് ചെയ്തത് എന്ന് പറയുന്നു, സർക്കാർ സെലക്ട് ചെയ്തു എന്ന് പറയുന്നു. എത്ര പേരുണ്ട്? ആ വെർച്വൽ ക്യൂവിൻ്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ എത്ര ഇസ്ലാമിക വിശ്വാസികളുണ്ട്, എത്ര ക്രൈസ്തവ വിശ്വാസികളുണ്ട്? അവർക്കൊന്നും പോകാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് പറയുന്നത് അവരുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വാണിജ്യ മേഖല മാത്രമാണ്. അവർ ഏകദൈവ വിശ്വാസികളാണ്. അവർക്ക് അയ്യപ്പനെ ഒന്നും ദൈവമായി കാണാൻ സാധിക്കില്ല. ക്രൈസ്തവർക്കും സമാന സാഹചര്യം തന്നെയാണ്. എന്ത് പ്രസംഗം നടത്തിയാലും മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കന്മാരും ഒക്കെ പറയുന്നത് വാവര് പള്ളിയും അല്ലെ വെളുത്തച്ഛനും തുടങ്ങിയ ഇല്ലാത്ത ചില സാങ്കല്പിക കഥകളാണ്. അയ്യപ്പൻ എന്ന് പറയുന്നത് 100% ഇവിടുത്തെ സനാതന ധർമ്മ വിശ്വാസികളുടെ ദൈവം തന്നെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ആസൂത്രിതമായി ഈ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചതിൻ്റെ പിന്നിലെന്ന് നമ്മൾ നോക്കുമ്പോൾ, 2018 നവംബർ മാസം 12-ാം തീയതി കേരളത്തിലെ റവന്യൂ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള എം ഹർഷൻ കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ആചാര ലംഘനത്തിൻ്റെ ആ കേസിനകത്ത് കൊടുത്തൊരു അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 7-ാമത്തെ പാരഗ്രാഫിൽ വഖഫ് ബോർഡ്, മുസ്ലിം ഓർഗനൈസേഷൻസ്, വാവർ ട്രസ്റ്റ്, ക്രൈസ്തവ സംഘടനകൾ തുടങ്ങിയ സംഘടനകളുമായിട്ട് ആലോചിച്ചാണ് ശബരിമലയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നാണ്. എന്ത് തോന്നിവാസമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ അതാണ് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗവുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. ശ്രീ അനിൽ, ഈ പലതരം വിശ്വാസികളുടെ താല്പര്യം കൂടി ശബരിമലയിൽ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പറയുകയാണ്,
മതാതീത ആത്മീയതയുടെ കേന്ദ്രമാണ് ശബരിമല. നേരത്തെ ശിവഗിരി മഠത്തെക്കുറിച്ചൊക്കെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ ശബരിമലയിലേക്ക് കൂടി മതാതീത ആത്മീയത എന്നത് കടത്തിവിടാൻ ശ്രമിക്കുകയാണ്. ഇത് ബോധപൂർവമല്ല. അങ്ങ് സൂചിപ്പിച്ച ആ സത്യവാങ്മൂലവുമായി ചേർത്ത് വായിക്കുമ്പോൾ വളരെ കൃത്യമായ ഹിഡൻ അജണ്ട ഇതിൻ്റെ പുറകിലുണ്ട്. ഈ വിശ്വാസ സംരക്ഷണം വളരെ കൃത്യമായി നടപ്പാക്കിയത് തന്നെ ഇത്തരം അപകടങ്ങൾ ശബരിമലയിലേക്ക് ഇത്തരം അപകടങ്ങൾ വരാനിരിക്കുന്നു, ഇത്തരം ഭീഷണികൾ വരാനിരിക്കുന്നു. ഇത് ചെറുക്കേണ്ടത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെ, അയ്യപ്പ ഭക്തരുടെ എല്ലാം പരിപൂർണമായ ഉത്തരവാദിത്തമാണ്. അതാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. അതെ, തീർച്ചയായിട്ടും ശബരിമലയിൽ ആസൂത്രിതമായ രീതിയിൽ ശബരിമല ധർമ്മശാസ്താവിനെ ഒരു മതാതീത ദൈവസങ്കല്പമാക്കിക്കൊണ്ട് ഒരു മതേതരത്വ ദൈവസങ്കല്പമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായിട്ടുള്ള CPM-ന്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയൊരു സംഗമമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ആ നടന്ന സംഗമത്തിൻ്റെ പിറകിൽ വൻ അഴിമതിയുണ്ട്, ഡേറ്റ കച്ചവടമുണ്ട്. പിണറായിയുടെ മകളുടെ പേരിൽ ഡേറ്റ കച്ചവടവുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങളും വന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശബരിമലയിൽ വെർച്വൽ ക്യൂ സന്ദർശിക്കുന്ന വ്യക്തികളുടെ ഡേറ്റകൾ വിൽക്കാനുള്ള ഒരു തന്ത്രം ഇതിൻ്റെ പിറകിലുണ്ട്. നമ്മൾ എല്ലാം കച്ചവട മനസ്സില്ലാതെ CPM ഒരു കാര്യത്തിലും ഇടപെടത്തില്ല. അവർക്ക് പണമാണ്. നമ്മൾ ശബരിമല പോകുമ്പോൾ അയ്യപ്പനാണ് ഏറ്റവും പരമമായ ദൈവം എന്ന് പറയുന്ന പോലെ CPM-നെ സംബന്ധിച്ചിടത്തോളം പണത്തിനുപരിയായിട്ട് യാതൊന്നും തന്നെ പിണറായിക്കുമില്ല, ഇടതുപക്ഷത്തിനുമില്ല. എല്ലാം കച്ചവടം, ഡേറ്റ കച്ചവടം. നമ്മൾ ശ്രദ്ധിക്കുക, ഊരാളുങ്കൽ സൊസൈറ്റി പോലെയുള്ള സൊസൈറ്റിക്ക് അഡ്വാൻസായി ഈ ജർമ്മൻ പന്തലൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഈ പരിപാടി നടത്തുന്നത്. നമ്മൾ നോക്കുക, ആ വേദിയിലായിക്കൊള്ളട്ടെ, റോഡ് വക്കിൽ സ്ഥാപിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ ഹോർഡിങ്ങുകളിലായിക്കോട്ടെ, അയ്യപ്പ ഭഗവാൻ മാത്രമില്ല, ബാക്കി എല്ലാവരുമുണ്ട്. ദേവസ്വം മന്ത്രിയുമുണ്ട്, മുഖ്യമന്ത്രിയുമുണ്ട്. അയ്യപ്പന്റെ രൂപം എവിടെ? അയ്യപ്പ സ്വാമി എവിടെ? അയ്യപ്പനെ മതേതര മുദ്ര കുത്തി മാറ്റി നിർത്താൻ വേണ്ടി ശ്രമം നടത്തുക എന്നുള്ളത് ആസൂത്രിതമായി ഭാവിയിൽ എന്തോ തട്ടിപ്പും വെട്ടിപ്പും നടത്താനുള്ള ഒരു പരിപാടിയുടെ മുൻകൂട്ടിയുള്ള ഒരു തിരക്കഥ തന്നെയായിരുന്നു ശബരിമലയിൽ നടന്ന ആഗോള അയ്യപ്പന്മാരില്ലാത്ത സംഗമം എന്നുള്ളത് തീർച്ചയാണ്.